ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്തും പുളിക്കടവിന്റെ സമീപത്തുമൊക്കെയായി താൻ 100ഓളം പേരെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നൊരു മൊഴിയുമായി ഒരാൾ എത്തുന്നു. അയാൾ പറയുന്നത് അതിൽ പല പെൺകുട്ടികളും ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി, അവരെ ഉൾപ്പെടെ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞെത്തുന്നു. അത് ഒരു വലിയ വാർത്തയായി മാറുന്നു. ഒടുവിൽ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും 4 IPS ഓഫീസർമാർ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അവർ കഴിഞ്ഞ ദിവസം മുതൽ തെളിവെടുപ്പ് ആരംഭിച്ചു. അതായത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി, അതായത് സൈറ്റ് 1, 2 മുതൽ 13 ഇടങ്ങളാണ് ഈ മൊഴി നൽകിയ ആൾ പറഞ്ഞത്. ആ 13 ഇടങ്ങളിലുള്ള ആ സൈറ്റുകൾ അടയാളപ്പെടുത്തി. അതിൽ ഓരോ സൈറ്റിലും എത്ര മൃതദേഹം ഉണ്ട് എന്നും ഈ മൊഴിയിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ 1, 2, 3 സൈറ്റുകളിലായി 6 മൃതദേഹങ്ങളാണ് താൻ മറവ് ചെയ്തതെന്നും പിന്നീട് അതിൽ 7 മുതൽ 8 വരെയുള്ള സൈറ്റുകളിൽ തങ്ങൾ 8 മൃതദേഹം ഉണ്ടായെന്നും 9ാമത്തെ സൈറ്റിൽ 7 മൃതദേഹവും 10ാമത്തെ സൈറ്റിൽ 3 മൃതദേഹവും 11ാമത്തെ സൈറ്റിൽ 9 മൃതദേഹം 12ാമത്തെ സൈറ്റിൽ 5 മൃതദേഹം 13ാമത്തെ സൈറ്റിലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹം. അങ്ങനെ 100 മൃതദേഹം താൻ ഇങ്ങനെ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഏതായാലും ആദ്യത്തെ 3 സൈറ്റുകൾ കഴിഞ്ഞ ദിവസം കുഴിക്കുകയുണ്ടായി. ഇയാൾ പറഞ്ഞത് 2.5 അടി താഴ്ചയാണ് എന്ന് പറഞ്ഞതെങ്കിൽ SIT ചെയ്തത് 10.5 അടി താഴ്ച വരെ കുഴിച്ചിരുന്നു. SIT പറയുന്നത് ഇയാൾ പറയുന്ന എല്ലായിടവും കുഴിച്ചു നോക്കും, ഇയാൾ പറയുന്ന എത്ര ആഴത്തിലും കുഴിച്ചു നോക്കാൻ തയ്യാറാണ് എന്നാണ്. ഏതായാലും SITയുടെ പ്രവർത്തനത്തിന് വലിയ കൈയടി തന്നെയാണ് കർണാടകത്തിൽ ലഭിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വിവാദമുണ്ടാക്കുന്ന ആരോപണവുമായി BJPയുടെ നേതാവ് അശോക രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് ഈ പരാതിക്കാരൻ ഒരു മുസ്ലിമാണെന്നും ഇതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ടെന്നും കേരള മാധ്യമങ്ങളാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇതിന്റെ പിന്നിൽ CPM അടക്കമുള്ള സംഘടനകൾ ഉണ്ടെന്നുകൂടി BJP നേതാവ് അശോക പറയുന്നു. ഇതോടുകൂടി തന്നെ രാഷ്ട്രീയപരമായി തന്നെ ഈ വിവാദം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും ധർമ്മസ്ഥൽ കുഴിക്കുമ്പോൾ ഇപ്പോഴെന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞവർക്ക് തൽക്കാലം നിരാശരാകേണ്ടി വരും. കാരണം ഇനിയും ഒരു 10 സൈറ്റ് കൂടി കുഴിക്കാനുണ്ട്. അത് ഇന്നും തുടരുകയാണ്, നാളെയും തുടരും. 3 സൈറ്റുകൾ കുഴിച്ചപ്പോൾ ഒന്നും തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ചിലർ പറയുന്നു ചിലതൊക്കെ കിട്ടി എന്ന് ഒരു അഭിഭാഷകൻ പറയുന്നു. പക്ഷേ അഭിഭാഷകനും കിട്ടിയതിനെ കുറിച്ച് വ്യക്തതയൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രവർത്തനത്തെ താൻ ശ്ലാഘിക്കുന്നു, മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്, കഠിനാധ്വാനം അവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അവിടെയും ഇവിടെയും ചിലർക്കൊക്കെ ഇപ്പോൾ മനസ്സമാധാനം കിട്ടാത്ത ചിലരൊക്കെ വീണ്ടും വാർത്ത ചമയ്ക്കുന്നു, കിട്ടി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിലവിൽ കിട്ടിയിട്ടില്ല എന്ന് എല്ലാ മാധ്യമങ്ങളും പറയുന്നു. എല്ലാ മാധ്യമങ്ങൾക്കും ഈ കുഴിക്കുന്നിടത്തേക്ക് അവർ അനുവാദവും നൽകിയിട്ടുണ്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതിനായിട്ട്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.